മൂവി ഞാൻ പൊതുവെ മമ്മൂക്ക ഫാനാണ്, ശരിയാണ്. പക്ഷേ ഇത് ഞാൻ വൈശാഖിന്റെ സിനിമ ചെയ്താൽ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മധുരരാജ പോക്കറ്റ് രാജ ആ ഒരു ഇതിൽ പെട്ടുപോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ. പക്ഷെ ഇത് നമ്മുടെ പ്രതീക്ഷകളെക്കാട്ടിയും ഒരു 4 മടങ്ങ് നമുക്ക് എക്സ്പീരിയൻസ് വന്നായിരുന്നു. കാരണം ഇതിന്റെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു അരമണിക്കൂർ നമ്മൾ എന്തിനാ കണ്ട പോലെയൊക്കെ ഇരുന്നു. അത്രയും പവർഫുൾ ആയിട്ടുള്ള ലിയോ ആ ഒരു കാറ്റഗറിയിലേക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ ലാസ്റ്റ് ക്ലൈമാക്സ് ആയിരുന്നു ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതിന് സ്റ്റാർട്ടിങ് തുടക്കം തന്നെ ഞാൻ ഭയങ്കര ടെൻഷനിലാണ് സിനിമ കാണാൻ വന്നത്. കാരണം നമുക്കിടെ ഈ കഴിഞ്ഞ കുറെ സിനിമകൾ, അതായത് ബ്രഹ്മയുഗമായാലും കണ്ണൂർ സ്ക്വാഡ് ആയാലും ഈവൻ കാതലായാലും അല്ലെങ്കിൽ മറ്റേ ഞാൻ പകൽ നേരത്തെ, ഇതെല്ലാം നമ്മളെ വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയാണ് കണ്ടിട്ട്. അപ്പൊ ഇത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഓവറാക്കി ചളമാക്കുന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് നല്ല ഇത് നല്ലോണം വൈശാഖ് ഒഫ്കോഴ്സ് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സത്യം അത് എടുത്തു പറയേണ്ട. പ്രത്യേകിച്ച് ലാസ്റ്റത്തെ മാർഷൽ ആർട്ടുള്ള ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ അന്യല്ല മാർഷൽ ആർട്സ് ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അതേപോലെയൊക്കെ തന്നെ ലാസ്റ്റത്തെ വില്ലന്മാർ വന്നിരിക്കും. അപ്പൊ അവരുമായിട്ടൊക്കെ എങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, മനസ്സിലായി. അപ്പൊ ആ ഫൈറ്റ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. പുള്ളി ഹാൻഡ്സ് ഓഫ്. അത്രയും ഈ ഒരു ഏജിൽ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ടൈലന്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. മീൻസ് സെക്കൻഡ് പാർട്ട് വരും എന്നുള്ള രീതിയിൽ ഒരു ടൈലന്റും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഞങ്ങൾ വളരെ ഹാപ്പി. അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഫൈറ്റും അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഫൈറ്റാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറെ ഗ്രാഫിക്സ് അങ്ങനെയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു. വില്ലനും അടിപൊളിയായിരുന്നു. ലാസ്റ്റത്തെ ഫൈറ്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഇല്ല, വേറെ സിനിമകളൊന്നും കണ്ടിട്ടില്ല. ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അടിപൊളിയായിരുന്നു സിനിമ. ഈ ഫൈറ്റ് ഒക്കെ എങ്ങനെ ചെയ്തെന്ന് അടിപൊളിയായിരുന്നു. നല്ല സിനിമയായിരുന്നു. അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞിപ്പോ പലപ്പോഴും നമ്മുടെ സ്റ്റണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനായി 24 വയസ്സുള്ള ഒരാൾ എന്താണ് ഈ പുള്ളി കഷ്ടപ്പെടുമല്ലോ എന്ന്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നമുക്ക് സ്റ്റണ്ടിൽ തോന്നിയില്ല. പുള്ളി അത്രയും മാസമായിട്ട് അത്രയും പവർഫുൾ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ടാണ് ജോസേട്ടനെ ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രതീക്ഷകൾ എന്താന്ന്, ഏത് ടൈപ്പ് പടമെന്നൊന്നും ചിന്തിക്കാതെയാണ് നമ്മൾ വന്നത്. പക്ഷെ കണ്ടു തുടങ്ങിയപ്പോൾ ഫസ്റ്റ് നമ്മളൊരു നാടൻ ക്യാരക്ടറാണെന്ന് തോന്നിയെങ്കിലും പിന്നീട് ക്യാരക്ടറിന്റെ ലെവല് മാറുന്നുണ്ട്. ഒത്തിരി പ്രതീക്ഷിക്കാത്ത സീക്വൻസസും ചേസിംഗ് ഒക്കെ അടിപൊളിയാണ്. കാർട്ടീസിംഗ് ഒക്കെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ നിമിഷവും ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണുന്ന ടൈപ്പിലുള്ള ചേസിംഗും സ്റ്റണ്ട്സും എല്ലാം ആണ്. സ്റ്റണ്ടൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ക്യാരക്ടർ എടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് ടെൻഷനാണ്. പുള്ളി സ്റ്റണ്ട് തുടങ്ങുമ്പോൾ അയ്യോ നമുക്ക് എങ്ങനെ ചെയ്യും, പ്രായമാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, പുള്ളി ഭയങ്കര അടിപൊളിയായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട് കുഞ്ഞാവേ? അടിപൊളിയായിരുന്നു. ഇടിയൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു.